പക്ഷേ അവൻ അറിയത്തില്ലായിരുന്നു അവൻ എന്തു ചെയ്യും. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. You see, the young man Elisha only had one plan, and that was to be where the power of God was. കാരണം എലീശ എന്ന പ്രവാചക ശിഷ്യന്റെ അകത്ത് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവശക്തി എവിടെയുണ്ടോ അവിടെ തന്റെ ജീവിതം ചെലവഴിക്കുക. Hallelujah. Amen. Some children of God, they have plan number 1, the gospel, but they also have plan number 2, plan number 3, in case the gospel doesn't work very well for them. പല ദൈവമക്കൾക്കും സുവിശേഷം എന്ന ഒന്നാമത്തെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ അവർക്ക് 2ഉം 3ഉം പദ്ധതികളുണ്ട്. ഏതെങ്കിലും കാരണം കൊണ്ട് സുവിശേഷം പ്രവർത്തിച്ചില്ലെങ്കിൽ അതിൽ ചാടിക്കയറണം. But Elisha, the young man Elisha, only had one plan. പക്ഷേ എലീശ എന്ന പ്രവാചക ശിഷ്യന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. And he knew the man of God would go. അവന് നന്നായിട്ട് അറിയാം ദൈവത്തിന്റെ ഭക്തൻ എടുക്കപ്പെടുമെന്നുള്ള കാര്യം. And so he gave this reply to the sons of the prophets. We read it. അതുകൊണ്ട് ബേഥേലിൽ നിന്ന് വന്നതായ പ്രവാചക ശിഷ്യന്മാരോട് എലീശ എന്ന പ്രവാചക ശിഷ്യൻ ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. He said, "Yes, I know the man of God will go, but you shut up." അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും യജമാനൻ എടുക്കപ്പെടും, പക്ഷേ നീ മിണ്ടാതിരിക്കണം. Amen. Hello, amen. But I think those sons of the prophets, they troubled him with many words, criticizing him and complaining. ആ പ്രവാചക ശിഷ്യന്മാർ പല വാക്കുകൾ ഉപയോഗിച്ച് അവന്റെ തലയിലേക്ക് അതെല്ലാം കുത്തി തിരുകാൻ ശ്രമിച്ചു. Do you think you are a big man now? നീ ചിന്തിക്കുന്നു നീ ഏതാണ്ട് വലിയൊരു മനുഷ്യനാണ്. Do you think you are better than us? ഞങ്ങളെക്കാളും നീ ഏതാണ്ട് മിടുക്കനാണെന്നാണ് നിന്റെ ചിന്ത. Today the man of God will go, then you will be the same again. ഇന്ന് ദൈവത്തിന്റെ ഭക്തൻ എടുക്കപ്പെടും, പിന്നെ നീ ഞങ്ങളെ പോലെ ഒരുവനെ ആകത്തേ ഉള്ളൂ. And they criticized him with many words. അവരിങ്ങനെ പല കാര്യങ്ങൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. Can I tell you that right here around there are some critics watching the Christians here in this conference? ഈ കോൺഫറൻസിനകത്തും പലരും നമ്മെ വിമർശന ചിന്തയോടെ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. And do you know what those critics are saying about you? നിങ്ങളെക്കുറിച്ച് ആ വിമർശകർ ഇങ്ങനെയാ പറയുന്നത്. They are saying to each other, അവരിങ്ങനെ തമ്മിൽ പറയും, "Don't worry, my brother. എന്റെ സഹോദര വിഷമിക്കണ്ട. On Monday morning, Bonke is going away, and then these people will be the same again." തിങ്കളാഴ്ച രാവിലെ ബോങ്കയുടെ പാട്ടിന് പോകും, പക്ഷെ നമ്മൾ പഴയത് നമ്മൾ തന്നെ ആയിരിക്കും. All right. I don't want to say more about the critics, but don't forget them. We will come back in a while and see what happens to the critics. വിമർശകരെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അവരുടെ ചിന്താ വിഷയങ്ങളെ നമ്മൾ മറക്കരുത്. അവൻ വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞുകൊള്ളാം. So the sons of the prophets, the critics in Bethel, troubled Elisha. അവർ ഇങ്ങനെ എലീശ എന്ന പ്രവാചക ശിഷ്യനെ വളരെ വിഷമിപ്പിച്ചു. But he would not change. പക്ഷേ എന്നിട്ട് അവനൊരു മാറ്റമില്ല. He said, "I know what I want to do. എനിക്കെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ടെന്ന് എലീശ പറഞ്ഞു. I want to be where the power of God is." ദൈവശക്തി എവിടെയുണ്ടോ ഞാൻ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. Now I want to hurry on. I want to move quickly. ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. We read that the man of God said, "I'm going to Jericho, you stay." അദ്ദേഹം പറഞ്ഞു, എരിഹോവിലേക്ക് ദൈവദാസൻ പോകുകയാണ്. എലീശ പറഞ്ഞു, ഞാൻ എരിഹോവിലേക്ക് പോകുന്നു, നീ ഇവിടെ നിൽക്ക്. But the young man Elisha said, "Man of God, I will not leave you." എലീശ പറഞ്ഞു, യഹോവയാണ് ഏലിയാവേ, ഞാൻ നിന്നെ വിടുകയില്ല. We read that the man of God said for the 3rd time, "I'm going to the Jordan, you stay here." ജോർദാനിലേക്ക് ഞാൻ പോകുകയാണ്, നീ ഇവിടെ നിൽക്കാൻ ഏലിയാവ് പറഞ്ഞിട്ടും. But the young man said, "As long as you live, man of God, I will not leave you." എലീശ പറഞ്ഞു, നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ നിന്നെ വിടുകയില്ല. Hallelujah. Amen. Now listen, I've said all of this to give you the first important point that I want you to note in the final steps to receiving the power of God. ദൈവശക്തി പ്രാപിക്കുന്നതിന്റെ അവസാന ഘട്ടത്തെ ഗ്രഹിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുൻപായിട്ടാണ് ഞാൻ ഈ പശ്ചാത്തലം ഇവിടെ ഓർമ്മിപ്പിച്ചത്. If you want to receive the power of God, ഇവിടെ നാം ദൈവശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, then the first thing you need to do, ഒന്നാമത് നാം ചെയ്യേണ്ട കാര്യം, is you need to do as the young man Elisha was doing. എലീശ ചെയ്ത കാര്യം നമ്മൾ ചെയ്യണം. You need to persevere with what God first told you to do without giving up. എഴുന്നേറ്റ് പോകാതെ വിട്ടുകളയാതെ ദൈവം നിന്നോട് എന്ത് ചെയ്യുവാൻ പറഞ്ഞുവോ അത് കഠിന പ്രയത്നത്തിലൂടെ തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ എലീശയെ പോലെ ദൈവശക്തി പ്രാപിക്കുവാൻ കഴിയുള്ളൂ. Hallelujah. Amen. Hallelujah.
perseverance in Jesus' name. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുകളയാതെ പരിശ്രമിച്ചത് പ്രാപിച്ചെടുക്കുക. Some children of God, they say, oh, I don't see the power of God at work. ചില ദൈവത്തിന്റെ മക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ദൈവശക്തിയുടെ പ്രകടനം ഒന്നും കാണാറില്ല. I don't see his power at work in my life and my ministry. എന്റെ ശുശ്രൂഷയിലോ എന്റെ ജീവിതത്തിലോ ദൈവശക്തിയുടെ ഒരു പ്രകടനവും ഞാൻ കാണാറില്ല. But I can tell you why that is for many. പക്ഷേ അങ്ങനെ പലർക്ക് സംഭവിക്കാൻ കാരണമെന്നും ഞാൻ പറയാം. You see, many children of God, they say, this is the direction God is leading me. ചില ദൈവമക്കൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ദിശയിലാണ് ദൈവം എന്നെ നയിക്കുന്നത്. And they have some scriptures and they have much to say and it's wonderful. അവർക്ക് ചില വാക്യങ്ങൾ ഉദ്ധരിക്കാനുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കാനുമുണ്ട്, അത് നല്ല കാര്യമാണ്. Then they move in this direction. അവർ അങ്ങനെ ആ ദിശയിലൂടെ യാത്ര ചെയ്യും. But then after a while, maybe some criticism comes, maybe even from their own colleagues. അവരുടെ കൂട്ടുപ്രവർത്തകരിൽ നിന്ന് പോലും ചില വിമർശനങ്ങൾ സമയത്തിന് നീക്കത്തിൽ വന്നു കഴിയുമ്പോൾ, And then they say, no, this cannot be right, or there would be no trouble. ഇവിടെ ചിലപ്പോ ഇത് ശരിയായിരിക്കണമെന്നില്ല. Now we are going to change a little bit and we are going to go in this direction. ഈ ദിശയിൽ നിന്ന് വിമർശനത്തിന് മുമ്പിൽ അദ്ദേഹം പെട്ടെന്ന് എന്ത്, ഞാൻ വലിയ മാറ്റം വരുത്തുന്നില്ല, ചെറിയ മാറ്റം വരുത്തി ഈ ദിശയിൽ ഞാൻ പോകുന്നു. They go in this direction. ഇങ്ങനെ ഈ ദിശയിലേക്ക് പോകുന്നു. Criticism comes. വിമർശനം കടന്നു വരുന്നു. They say, no, this direction now. അവർ പറയുന്നത് ഈ ദിശയിലേക്ക് ഞാൻ പോകും. They go this way. ഈ ദിശയിൽ അവർ പോകുന്നു. Some trouble comes. ചില പ്രയാസങ്ങൾ വരുന്നു. They say, no, this way. അവർ പറയുന്നത് ഈ ദിശയിൽ പോകും, ആ ദിശയിൽ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നു, This way. ഇങ്ങനെ പോകുന്നു. And then they wonder why they don't see the power of God in their life. എന്നിട്ട് അവർ അതിശയിച്ചിരിക്കും, എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ ജീവിതത്തിൽ ദൈവശക്തി വെളിപ്പെടാത്തത്. And I will tell you why God doesn't give them his power. എന്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, എന്താ ദൈവശക്തി ദൈവം വെളിപ്പെടുത്താത്തത്? God doesn't give his power to such people ദൈവം തന്റെ അങ്ങനെയുള്ളവർക്ക് ദൈവം തന്റെ ശക്തി പകരുന്നില്ല. because they don't know where they're going and God doesn't know where they're going. അവർക്കറിയത്തില്ല അവരെങ്ങോട്ടാ പോകുന്നത്, ദൈവത്തിന് പോലും അറിയത്തില്ല ഇവരെങ്ങോട്ടൊക്കെയാ പോകുന്നതെന്ന്. Amen. You and I need to persevere with what God told us to do without change. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ സ്ഥിരോത്സാഹത്തോടെ നമ്മൾ തുടരണം, നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റരുത്. Hallelujah. Amen. Amen. Glory. Now maybe some of you are surprised. ചിലരെങ്കിലും അതിശയിച്ചിരിക്കാം ഇന്ന് പകൽ. Maybe some of you thought the man of God will move his hand like that and we will receive the power of God. ചിലരിങ്ങനെ ചിന്തിക്കും, സ്റ്റേജിലേക്ക് കർത്താവിന്റെ ദാസൻ കടന്നു വരും, ഇങ്ങനെ ഒന്ന് കൈവീശി കഴിയുമ്പോൾ ദൈവശക്തി അവരുടെ മേലും വരുമെന്ന്. But now he is talking about perseverance, which is hard work. വളരെ കഠിനമായ അധ്വാനം വേണ്ട സ്ഥിരോത്സാഹത്തെ കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. I say yes and I will tell you why. ഞാൻ അതിന് യെസ് എന്ന് പറഞ്ഞിട്ട് അതേ എന്ന് പറഞ്ഞിട്ട് കാരണം കൂടെ പറയാം. Because God is looking for men and women whom he can trust with his power. ദൈവത്തിന്റെ ശക്തി പകർന്നാൽ ദൈവത്തിന് അവനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ദൈവം ഒരുവനെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. Hallelujah. Amen. All right, so number one, the young man Elisha persevered. ഒന്നാമത് എലീശയുടെ പ്രത്യേകത, അവൻ സ്ഥിരോത്സാഹിയായി തുടർന്നു. Now I want to show you where your perseverance will take you. ഞാനിവിടെ പറയട്ടെ, നിന്റെ സ്ഥിരോത്സാഹം നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ പറയട്ടെ. We read here together നമ്മൾ ദൈവവചനത്തിൽ വായിച്ചു that the sons of the prophets in Jericho came out to talk to the young man Elisha. യെരിഹോവിലെ ശിഷ്യന്മാരാണ് എലീശയോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. And they also troubled him with many words and criticisms. പല ചോദ്യങ്ങളും വിമർശനങ്ങളും കൊണ്ട് അവരവനെ വിഷമിപ്പിച്ചു. But the young man Elisha would not change. എലീശയുടെ പ്രത്യേകത, അവൻ ഒരു മാറ്റവുമില്ല. Perseverance. അവൻ സ്ഥിരോത്സാഹത്തിൽ മുൻപിൽ നിന്നു. Amen. Amen. Now we read here ഇവിടെ നമ്മൾ വായിച്ചു, that when the man of God and the young man went down to the river Jordan together, യോർദാനിലേക്ക് ദൈവത്തിന്റെ ദാസനായ ഏലിയാവും എലീശയും ഒന്നിച്ചു പോയപ്പോൾ, we read that 50 sons of the prophets followed at a distance. ഒരു അകലം വിട്ട് 50 പ്രവാചക ശിഷ്യന്മാരും അവരെ അനുഗമിച്ചു എന്ന് വായിച്ചു. I think those 50 critics, they said to each other, ആ 50 വിമർശകർ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു, hey, the young man Elisha is very stubborn. എലീശ വളരെ എന്നാ പറയുന്നത്, നിർബന്ധ ബുദ്ധിയുള്ളവനാ. താങ്ക് യു. They said, but don't worry my brother, our day is coming. കാരണം നമ്മൾ അതിനെ കുറിച്ച് വിഷമിക്കേണ്ട, നമ്മുടെ സമയം വരുന്നുണ്ട്. When the man of God is gone, ദൈവത്തിന്റെ ദാസൻ എടുക്കപ്പെടുമ്പോൾ the young man Elisha will be the same again and we will trouble him with many words. എലീശ പഴയതുപോലെ നമ്മെ പോലെ ഒരുത്തനാകും, നമുക്ക് അവനെ വീണ്ടും പല ചോദ്യങ്ങൾ കൊണ്ട് വിഷമിപ്പിക്കാം. I think they said, don't worry my brother, our day is coming.
അവർ തമ്മിൽ പറഞ്ഞു, വിഷമിക്കേണ്ട സഹോദര, നമ്മുടെ ദിവസം വരുന്നുണ്ട്. You are a fine man of God just like me. എന്നെ പോലെ നീ ഒരു നല്ല മനുഷ്യനാണ്. And our day is coming. നമ്മുടെ ദിവസവും വരുന്നുണ്ട്. Now the Bible says that 50 sons of the prophets followed at a distance. 50 പ്രവാചക ശിഷ്യന്മാർ അല്പം അകലം വിട്ട് ഇവരെ അനുഗമിച്ചു എന്ന് വായിക്കുന്നു ബൈബിളിൽ. I think when the man of God and the young man went down to the river Jordan, ഏലിയാവും ഏലിശയും കൂടെ യോർദാൻ നദിയിലേക്ക് അവർ നടന്നു പോകുമ്പോൾ, and we read that the man of God took his